വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ആദ്യത്തെ കാര്യം താങ്കൾ പറഞ്ഞു ലേബർ ഒരു എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ്സാണ്. ആസ് എ മദർ ആൻഡ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഒരു നല്ല നമ്പർ ഓഫ് സ്ത്രീകളുടെ ലേബറിലും ഡെലിവറിയിലും എനിക്ക് ഈ സ്ത്രീകളുടെ കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഏടാകൂടത്തിനൊക്കെ പോവാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാട്ടുകാരോട് അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ഉജ്ജ്വലിനെ പോലെ ഒരു വിവരദോഷിയല്ല ഞാൻ. ഈവൻ എപ്പിഡ്യൂറൽ എടുത്താൽ പോലും ലേബർ ഇസ് എ വെരി ഡിമാൻഡിംഗ് പ്രോസസ് ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അമ്യൂസ്മെന്റ് പാർക്കിലോ സിനിമ തിയേറ്ററിലോ പോയി അപ്പുറത്തെ റൂമിൽ പോയി പ്രസവിച്ചാൽ പോലെ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതെന്താ കാരണം? എനിക്കറിയില്ല. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ്, അതായത് മെജോറിറ്റി സ്ത്രീകളും ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ബ്രദർ. പ്രശംസിച്ചില്ലെങ്കിലും പരിഹസിക്കാതിരുന്നൂടെ? അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. പിന്നെ ഡെലിവറി കഴിഞ്ഞ് പോയി അരി കുത്തുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഒരു സ്ത്രീയും ഡെലിവറി കഴിഞ്ഞതല്ലേ അന്നാ കുറച്ച് അരി കുത്തിയേക്കാം എന്ന് വിചാരിക്കില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇത്ര ആധികാരികമായി പറയുന്നത് ഒന്നാമത്തെ ശരിയല്ല. അറിയാത്ത പിള്ളേക്ക് അറിയുമ്പോ ചൊറിയും.